കൊണ്ടുപോയത് സ്വർണ്ണപ്പാളികൾ അപ്പാടെയല്ല, സ്വർണ്ണപ്പാളിയിൽ നിന്ന് സ്വർണം ഉരുക്കി മാറ്റി അത് കട്ടികളാക്കി മാറ്റിയാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഈ ഗോവർദ്ധന്റെ കയ്യിൽ കൊടുക്കുന്നത്. ആ ഗോവർദ്ധൻ ആ സ്വർണം കട്ടികളായി അവിടെ സൂക്ഷിച്ച് ശബരിമലയിൽ നിന്നുള്ള തന്ത്രിയെ തന്നെ മഹേഷ് മോഹന്റെ കണ്ഠരെ കൊണ്ടുവന്ന് അവിടെ പൂജ ചെയ്യിപ്പിച്ചു. ശബരിമലയിൽ നിന്നുള്ള ഒരു സ്വർണം, ശബരിമലയിൽ നിന്നുള്ള ഒരു വഴിപാട് വസ്തു തൻ്റെ കടയിലിരിക്കുന്നത് ഐശ്വര്യമാണെന്നൊരു പക്ഷേ ഗോവർദ്ധനം കരുതിയിട്ടുണ്ടാവാം. അങ്ങനെയാണ് ഈ വിശ്വാസത്തിന്റെ കച്ചവടങ്ങൾ നടക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതേപോലെ ശബരിമലയിൽ എന്തെങ്കിലും അവിടെ കൊണ്ടുവരിക, ശബരിമലയിലെ തന്ത്രിയെ തന്നെ കൊണ്ടുവന്നത് പൂജിപ്പിച്ചാൽ ഐശ്വര്യമുണ്ടാവും എന്നാണ് കരുതിയിട്ടുണ്ടാവുക. അതായിരിക്കാം ഒരുപക്ഷെ നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഇപ്പോഴും ആ സ്വർണം അവിടെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നടക്കുന്നത് 2019 ന്യായമായും നമുക്ക് അങ്ങനെ സംശയിക്കാം. 2019 ഉരുക്കിയ സ്വർണം, അതായത് ഈ 59 പവൻ സ്വർണം ഇപ്പോഴും ബെല്ലാരിയിൽ ഈ റോദ്ധം ജുവലറിയിൽ ഗോവർദ്ധൻ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്വർണത്തിന്റെ മൂല്യത്തെക്കാൾ അതിലുള്ള വിശ്വാസ മൂല്യമാണ് ഈ ഗോവർദ്ധൻ കണ്ടതെന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് മൂല്യം കൂട്ടാൻ വേണ്ടിയാണ് ശബരിമലയിലെ തന്ത്രി മഹേഷ് മോഹൻ കണ്ഠരെ അവരെ കൊണ്ടുവന്ന് പൂജ നടത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പക്ഷേ തന്ത്രിക്ക് അറിയാമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടെ പൂജ നടത്തി എന്നുള്ളത് തന്ത്രി മഹേഷ് മോഹൻ കണ്ഠർ നമ്മളോട് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ വന്നാൽ കാര്യങ്ങൾ അടുത്ത ട്വിസ്റ്റിലേക്ക് പോവുകയാണോ ഹരി? തീർച്ചയായിട്ടും അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചത്. ഈ ഗോവർദ്ധനെ സംബന്ധിച്ച് അല്ലെങ്കിൽ റോദ്ധം ജ്വല്ലറിയെ സംബന്ധിച്ച് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ സംശയനിഴലിലാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. മാത്രമല്ല അതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിട്ടുള്ള മൊഴിയിൽ തന്നെ ഈ ഗോവർദ്ധൻ അടക്കമുള്ള ചില ആളുകളുടെ പേരുകൾ കൂടി പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അന്വേഷണത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഇത് മറ്റുള്ളവരിലേക്ക് കൂടി, അതായത് ഗോവർദ്ധനിൽ ഒതുങ്ങാതെ അല്ലെങ്കിൽ കൽപേഷിലും നാഗേഷിലും ഒന്നും ഒതുങ്ങാതെ മറ്റു ഗൂഢാലോചനാ സംഘത്തിൽപ്പെട്ട ആളുകളിലേക്ക് കൂടി അന്വേഷണം പോകുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാന കാര്യം. ഇതിൽ സ്വർണം വീണ്ടെടുക്കാൻ കഴിഞ്ഞതോടുകൂടി മറ്റ് അറസ്റ്റുകളിലേക്ക് കൂടി കടക്കാനുള്ള സാധ്യതയാണ് ഇനി വരും ദിവസങ്ങളിൽ കാണുന്നത്. അതിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ടാകും, മറ്റ് ഗൂഢാലോചന നടത്തിയ ആളുകളുണ്ടാവും. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് മിനിഞ്ഞാന്ന് മാത്രമാണ് ബംഗളൂരുവിലും ഹൈദരാബാദിലും ചെന്നൈയിലും ഒക്കെ തന്നെ പരിശോധന നടത്തിയിട്ടുള്ള സംഘം തിരിച്ചെത്തിയത്. അതായത് കർണാടകയിൽ നിന്ന് SIT സംഘത്തോടൊപ്പം സഞ്ചരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്ന ബംഗളൂരുവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും. അഭിജിത്ത്, സ്വർണം ബെല്ലാരിയിൽ തന്നെയുണ്ട്, ഇതൊന്നും ബെല്ലാരി വിട്ടു പോയിട്ടില്ല. ഇന്നലെ തന്നെ ചില സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിൽ സ്വർണത്തിന്റെ മൂല്യത്തെക്കാൾ ഗോവർദ്ധൻ കരുതിയത് ശബരിമലയിലെ സ്വർണ്ണമല്ലേ, ആ സ്വർണം തന്റെ ജൂബിലിയിൽ ഇരുന്നാൽ ഐശ്വര്യമുണ്ടാകും. അങ്ങനെ 6 വർഷക്കാലം ഈ സ്വർണം അവിടെ സൂക്ഷിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. കട്ടകളായിട്ടാണ് സ്വർണം കണ്ടെത്തിയിരിക്കുന്നത്. അത് ഈ പാളിയുടെ രൂപത്തിലല്ല. ഇപ്പൊ പാളി അതേപടി കൊണ്ടുപോയി എന്നുള്ള വാദമല്ല. ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത് പാളിയിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണം റോദ്ധം ജുവലറിയിൽ കൊണ്ടുപോയി അതവിടെ പൂജ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് തന്ത്രിക്കറിയില്ല എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്. തന്ത്രി അങ്ങനെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാം നടന്നത് ബംഗളൂരുവും ബെല്ലാരിയും കേന്ദ്രമാക്കിയാണ് അല്ലേ അഭിജിത്ത്? തീർച്ചയായും അരുൺകുമാർ, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ ഇടപാടുകളെല്ലാം നടന്നത് ബംഗളൂരു കേന്ദ്രമാക്കിയാണ്. ഇവിടെയാണ് ഈ ഗൂഢാലോചനയുടെയൊക്കെ കേന്ദ്രം എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ആദ്യഘട്ടം മുതൽ തന്നെ അന്വേഷണ സംഘം എത്തിയിരുന്നു. ഇവിടെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളെല്ലാം നടന്നിരുന്നത്. അവിടെ നമുക്കറിയാവുന്നതുപോലെ തന്നെ അനന്ത സുബ്രഹ്മണ്യമുണ്ട്, രമേശ് റാവു ഉണ്ട്, അങ്ങനെ സ്പോൺസർമാർ. ഒപ്പം തന്നെ ഈ ശ്രീരാംപുര അയ്യപ്പസ്വാമി ക്ഷേത്രം ആദ്യഘട്ടം മുതൽ തന്നെ ഈ സ്വർണ്ണപ്പാളി ഇവിടേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ഈ ശ്രീരാംപുര ക്ഷേത്രത്തിൽ വെച്ച് പൂജ നടത്തുന്നു. അതിനൊക്കെ തുടർന്നാണ് മറ്റുള്ള അന്വേഷണങ്ങളിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്. നിർണായകമായ ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുന്നത് അത് ഈ ശ്രീരാംപുര അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്റെ ഇടപാടുകളെല്ലാം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇവിടെ ഒരു പൂജാരിയായി തുടങ്ങിയതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. പിന്നീട് അവിടെ നിന്ന് അദ്ദേഹത്തെ പറഞ്ഞയക്കുകയും അങ്ങനെയാണ് അദ്ദേഹം ശബരിമലയിലേക്ക് എത്തുന്നത്. ഈ കാലഘട്ടത്തിൽ ബന്ധപ്പെട്ടവരാണ് ഇവർ ഓരോരുത്തരും അരുൺകുമാർ. അതായത് ഗോവർദ്ധനും ഈ കാലഘട്ടത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധമുണ്ടാക്കി എന്നുള്ളതാണ് അദ്ദേഹം വ്യക്തമാക്കുന്ന ഒരു കാര്യം. അയ്യപ്പക്ഷേത്രത്തിലെ സ്ഥിരം സന്ദർശകനായിരുന്നു ഗോവർദ്ധൻ, അവിടെ പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി. ഈ സമയത്തുണ്ടായിരുന്ന ബന്ധമാണ് പിന്നീട് ഈ നിലയിലേക്ക് വളർന്നത് എന്നും പറയുന്നു. അങ്ങനെയെങ്കിൽ അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിലെ സ്വർണം തൻ്റെ ജ്വല്ലറിയിലേക്ക് എത്തിച്ചാൽ തനിക്കുണ്ടാകാൻ പോകുന്ന ഭാഗ്യം ഇതൊക്കെ തന്നെ ആയിരിക്കാം അദ്ദേഹവും കരുതിയിട്ടുണ്ടാവുക, മറ്റുള്ളവരെ പോലെ തന്നെ. പക്ഷേ അതേ
അതേസമയം തനിക്ക് മറ്റിടപാടുകളൊന്നുമില്ല എന്നുള്ളൊരു കാര്യമാണ് നിലവിലേതായാലും ഈ ഗോവർദ്ധൻ അന്വേഷണ സംഘത്തിന് മുൻപാകെ നൽകിയിട്ടുള്ള മൊഴി. അന്വേഷണ സംഘം അത് പൂർണ്ണമായും മുഖവിലക്കെടുത്തിട്ടില്ല എന്ന് തന്നെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ദുരൂഹത, സംശയമൊക്കെ അന്വേഷണ സംഘത്തിന് ബോധ്യമായാൽ കസ്റ്റഡിയിലേക്ക് അടക്കം നീങ്ങുമെന്നുള്ള കാര്യവും നിലവിൽ വിവരമായി ലഭിക്കുന്നുണ്ട്. ഏതായാലും ഏറ്റവും നിർണായകമാണ് അരുൺകുമാർ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റി റൊദ്ധം ജ്വല്ലറിയിൽ വിറ്റ സ്വർണം അത് സ്വർണ്ണക്കട്ടകളായാണ് അവിടെ നിന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും നിർണായകമാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബെല്ലാരിയിലെ ഈ ജ്വല്ലറിയിലേക്ക് എത്തുകയും തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. ആ തെളിവെടുപ്പിനിടയിലാണ് ഈ രീതിയിൽ സ്വർണം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇനിയിപ്പോൾ ബംഗളൂരുവിൽ കൂടി, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട് കൂടാതെ ഈ ശ്രീരാംപുര അയ്യപ്പസ്വാമി ക്ഷേത്രമുള്ള പ്രദേശം, ഇവിടെയൊക്കെ എത്തി ഒരു തെളിവെടുപ്പ് നടത്തുമെന്നുള്ള വിവരം